Urcreation'sന്റെ രേഖാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തേൻതുള്ളി മിഠായി അല്ലെങ്കിൽ തേൻ നിലാവ് എന്നൊക്കെ പറയുന്ന ഒരു മിഠായി അറിയില്ലേ? അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മിഠായിയാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ട് കാലത്ത് പെട്ടിക്കടകളിലൊക്കെയാണ് ഈ തേൻതുള്ളി മിഠായി കിട്ടിയിരുന്നത്. ഇപ്പോൾ ചില ബേക്കറികളിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് അത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് നമുക്ക് വീട്ടിലുള്ള ഇഡ്ലി മാവോ ദോശമാവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള തേൻതുള്ളി മിഠായി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ തേൻമിഠായി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. തേൻമിഠായി ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ലി മാവ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇഡ്ലി മാവോ ദോശമാവോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഇഡ്ലി മാവാണ് ഞാനിവിടെ എടുത്തേക്കണത്. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള മാവല്ല കേട്ടോ, കുറച്ച് തിക്കായിട്ടുള്ള മാവാണ്. ഈ ഇഡ്ലി മാവ് തലേ ദിവസം അരച്ചു വെച്ച് പുളിപ്പിച്ച ഇഡ്ലി മാവാണ് കേട്ടോ. നമ്മൾ ഇഡ്ലി ഉണ്ടാക്കണേക്കാൾ മുമ്പ് കുറച്ച് ഭാഗം മാറ്റി വെച്ചതാണ് ഞാൻ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളത്തിൽ ചാലിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ കളറൊക്കെ നമ്മുടെ ഇഡ്ലി മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ബാറ്റർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ ആ മെഷറിംഗ് കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ലായനി നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടണം. ഒരു നൂൽപ്പരുവം ആവുന്നതിനേക്കാളും തൊട്ട് മുമ്പ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാണ് കേട്ടോ അതിൻ്റെ കണക്ക്. ഒരു നൂൽപ്പരുവം ആവാൻ പാടില്ല, അതിനേക്കാൾ തൊട്ട് മുമ്പ് ഒന്ന് കട്ടിയായ സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇളക്കിയ ശേഷം കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കി നോക്കാം. ഈ കയ്യിൽ തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഷുഗർ സിറപ്പിൻ്റെ പരുവം കറക്റ്റായി എന്നാണ്. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഷുഗർ സിറപ്പ് നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ തേൻതുള്ളി മിഠായി ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ മാവ് നന്നായിട്ട് മുങ്ങിക്കിടക്കാനുള്ള അളവിലുള്ള ഓയിൽ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒരുപാട് ചൂടായിട്ട് പോകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ തീരെ ചൂട് കുറവാവാനും പാടില്ല. ഇതേ ബാറ്ററി ഇവിടെ ഞാൻ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ കോരിയിട്ട് ഈ എണ്ണയിലേക്ക് ഇടണത്. അപ്പോൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും തേൻമിഠായി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിൽ ആവാം. ചെറുതാണെങ്കിൽ വളരെ കുറച്ച് മാവ് മാത്രം ഒഴിച്ചാൽ മതി. കുറച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ കുറച്ച് മാവ് കൂടുതൽ ഒഴിച്ചാലും മതി. പിന്നെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതെല്ലാം നല്ല ലോ ഫ്ലെയിമിലാണ് വെക്കണമെങ്കിൽ ഉൾഭാഗം എന്ത് കിട്ടൂല. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ മിഠായിലേക്ക് വളരെ കുറച്ച് കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കളർ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. കളർ നമുക്ക് അത്ര കഴിക്കുന്നത്ര നന്നല്ലല്ലോ. അത് കാരണമാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരിയിട്ട് മാറ്റി വയ്ക്കാം. ഈ വറുത്ത് കോരി വെച്ചിട്ടുള്ള തേനില്ലാത്ത തേൻതുള്ളി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചെറിയൊരു ചൂടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ഈ മിഠായി ഇതിന്ന് വറുത്ത് കോരി ഉടനെ തന്നെയാണ് അതിലേക്ക് ഇടുന്നത്. അപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഇടുന്നത്. ബാക്കിയുള്ള ബാറ്റർ മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം. വറുത്ത് കോരിയ വഴിക്ക് തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പിലെ മിഠായി
ഒരു 20 മിനിറ്റെങ്കിലും മുങ്ങിക്കിടന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും തേൻ നിറയുള്ളൂ. കൂടാതെ നല്ല സോഫ്റ്റ് ആവാനും ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെയെങ്കിലും ഈ ഷുഗർ സിറപ്പിൽ കിടക്കണം. കുറച്ച് സമയമായിട്ട് തേൻതുള്ളി മിഠായി ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് കിടക്കുമായിരുന്നു. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പഞ്ചസാരയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾ വേണമെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേൻതുള്ളി മിഠായിയുടെ മോൾ ഭാഗത്ത് ഒരു ഷുഗറിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ പൊടിച്ച ഷുഗർ അല്ലാട്ടോ എടുത്തേക്കണത്, ഞാൻ നമ്മുടെ സാധാരണ പഞ്ചസാരയാണ് എടുത്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര മോൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നത് പോലെ നമുക്ക് കാണാം. അപ്പോൾ നല്ല ഒരു ഭംഗിയാണ് ഈ മിഠായി കാണാൻ. തേൻതുള്ളി മിഠായി ഞാനിവിടെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള തേൻതുള്ളി മിഠായിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം. സൂപ്പർ വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.